ഏകദേശം 6 ആഴ്ച നീണ്ടുനിന്ന മഹാകുംഭമേളയ്ക്ക് ഇന്ന് ശിവരാത്രി ദിനത്തോടുകൂടി സമാപനം കുറിക്കുകയാണ്. ശിവരാത്രി ദിനമായ ഇന്ന് മഹാകുംഭമേള സമാപിക്കാനിരിക്കെ പുണ്യസ്നാനം നടത്തുന്നതിനായി ലക്ഷക്കണക്കിന് ഭക്തരാണ് പ്രയാഗ്രാജിൽ ഒഴുകിയെത്തുന്നത്. ഉത്തർപ്രദേശ് സർക്കാരിന്റെ കണക്കുകൾ അനുസരിച്ച് ചൊവ്വാഴ്ച മാത്രം 1.33 കോടി ഭക്തർ സംഗമത്തിലും മേള പ്രദേശത്ത് മറ്റു ഘട്ടുകളിലുമായി പുണ്യസ്നാനം നടത്തിയതായും കണക്കുകൾ വ്യക്തമാക്കുന്നു. ഇതോടുകൂടി ഇതുവരെ 65 ലക്ഷത്തിലധികം ഭക്തർ ഗംഗ, യമുന, സരസ്വതി എന്നിവയുടെ പുണ്യസംഗമത്തിൽ പുണ്യസ്നാനം നടത്തിയതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ നിരന്തരം ജിഹാദികൾ മഹാകുംഭമേളയുടെ പവിത്രതയെ കളങ്കപ്പെടുത്താൻ തീവ്രമായ ശ്രമം നടത്തി വന്നിരുന്നു. മാത്രമല്ല, അനാവശ്യമായ കിംവദന്തികളും തെറ്റായ പ്രചരണങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കുവാനും ഇവർ ശ്രമം നടത്തിയിരുന്നു. എന്നാൽ അതിനെയെല്ലാം നിഷ്പ്രഭമാക്കുന്നതായിരുന്നു മഹാകുംഭമേള. യോഗി സർക്കാരിന്റെ കീഴിൽ അവർ കൈക്കൊണ്ട ഓരോ നടപടികളും കുറിക്കുകൊള്ളുന്നതായിരുന്നു. തെറ്റായ പ്രചരണങ്ങൾ നടത്തിയ 110 സൈറ്റുകൾക്കാണ് യോഗി സർക്കാർ പൂട്ടിട്ടതും. മാത്രമല്ല, അവയെല്ലാം തന്നെ നീക്കം ചെയ്യുവാനും നിരന്തരം ശ്രമം നടത്തി വന്നിരുന്നു. ഇപ്പോൾ മഹാകുംഭമേളയുടെ അവസാന ദിവസത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ തന്നെ യോഗി സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ പ്രശംസ അർഹിക്കുന്നവയാണ്. ഓരോ ചുവടും വളരെ ചടുലമായിട്ടായിരുന്നു മുന്നോട്ട് വെച്ചതും. ഒരു കൂട്ടം ജിഹാദികൾ മനഃപൂർവ്വം സൃഷ്ടിച്ച അപകടം ഒഴിച്ചാൽ ബാക്കി എല്ലാം തന്നെ വളരെ ഭംഗിയായിട്ടാണ് പൂർത്തിയാക്കിയിരിക്കുന്നതും. UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്: പ്രയാഗ്രാജിലെ മഹാകുംഭമേളയിൽ ഭോലോനാഥിന്റെ ആരാധനയ്ക്കായി സമർപ്പിച്ചിരിക്കുന്ന മഹാശിവരാത്രിയുടെ പുണ്യസ്നാനോത്സവത്തിൽ ഇന്ന് ത്രിവേണി സംഗമത്തിൽ പുണ്യസ്നാനം നടത്താനെത്തിയ എല്ലാ ആദരണീയരായ സന്യാസിമാർക്കും കൽപ്പവാസികൾക്കും ഭക്തർക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ. ഹർ ഹർ മഹാദേവ് എന്നാണ് അദ്ദേഹം എക്സിൽ പങ്കുവച്ച വാക്കുകൾ. SSP രാജേഷ് ദ്വിവേദി മഹാകുംഭമേളയുടെ ജനപങ്കാളിത്തത്തെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: ഇന്ന് അവസാനത്തെ ഷാഹി സ്നാൻ ആഘോഷിക്കാനാണ് ഭക്തരുടെ തിരക്ക് അനുഭവപ്പെടുന്നത്. ആരും ഈ അവസരം നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. പ്രയാഗ്രാജിൽ ജനങ്ങൾ അവസാന സ്നാനത്തിലും വൻതോതിൽ പങ്കെടുത്തു. ഇന്നലെ അർദ്ധരാത്രി മുതൽ തീർത്ഥാടകരുടെ വൻ ഒഴുക്കാണുണ്ടായത്. ഞങ്ങളുടെ ക്രമീകരണങ്ങൾ കാരണം പുറത്തേക്കുള്ള ഒഴുക്ക് സുഗമമായിരുന്നു. മഹാശിവരാത്രിയിലെ ഈ മഹത്തായ അവസരത്തിൽ പങ്കെടുക്കാൻ എല്ലാവർക്കും സന്തോഷമുണ്ട്. കുംഭമേഖലയിലെ ശിവമന്ദിരങ്ങളും പലതും സന്ദർശിക്കുന്നുണ്ട്. ഇന്ന് 65 കോടി എന്ന സംഖ്യം എത്തിയിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതേസമയം തിരക്ക് കണക്കിലെടുത്തുകൊണ്ട് വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നതും. റെയിൽവേ സ്റ്റേഷനുകൾ, റോഡുകൾ, നഗരത്തിലേക്കുള്ള പ്രവേശന കവാടങ്ങൾ എന്നിവിടങ്ങളിൽ ഭക്തരുടെ നിരന്തരമായ ഒഴുക്ക് അനുഭവപ്പെടുകയാണ്. വൻ ജനക്കൂട്ടത്തെ നിയന്ത്രിക്കുന്നതിനും സുരക്ഷ ഉറപ്പാക്കുന്നതിനുമായി ലോജിസ്റ്റിക്കൽ ഏകോപനം ഉറപ്പാക്കുന്നതിനും പോലീസ്, അർദ്ധ സൈനിക സേനകൾ, ദുരന്ത നിവാരണ സംഘടനകൾ എന്നിവയുൾപ്പെടെയുള്ള നിർവഹണ ഏജൻസികളെ വൻതോതിൽ തന്നെയാണ് വിന്യസിപ്പിച്ചിരിക്കുന്നത്. തത്സമയ സംഭവ വികാസങ്ങൾ നിരീക്ഷിക്കുന്നതിനായി നിരീക്ഷണ ഡ്രോണുകൾ, AI പ്രാപ്തമാക്കിയ ക്യാമറയുള്ള CCTV നിരീക്ഷണം, കമാൻഡ് സൈറ്റുകൾ എന്നിവ സജ്ജമാക്കിയിട്ടുണ്ട്. തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിൽ മെഡിക്കൽ ടീമുകളെയും അടിയന്തരമായ പ്രതികരണ യൂണിറ്റുകളും വിന്യസിപ്പിച്ചിട്ടുണ്ട്. ദുരന്ത നിവാരണ സേനകൾ സജ്ജരാണ്. അതേപോലെ തന്നെ തീർത്ഥാടകരുടെ തിരക്ക് നിയന്ത്രിക്കുന്നതിനായി നോർത്ത് ഈസ്റ്റേൺ റെയിൽവേ അധിക ട്രെയിനുകൾ വിന്യസിപ്പിക്കുകയും പ്രധാന സ്റ്റേഷനുകളിൽ സുരക്ഷ ശക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഫെബ്രുവരി 25 വൈകുന്നേരം 4 മണി വരെ റെഗുലർ, റിംഗ് റെയിൽ, അതേപോലെ ദീർഘദൂര പ്രത്യേക മേള ട്രെയിനുകൾ ഉൾപ്പെടെ 60 ട്രെയിനുകൾ സർവീസ് നടത്തിയതായും മഹാശിവരാത്രിയിൽ 25 പ്രത്യേക ട്രെയിനുകൾ കൂടി സർവീസ് നടത്തിയതായും NER CPRO പാക്കേജ് കുമാർ സിംഗ് വ്യക്തമാക്കുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.